പലതരം ചേരുവകൾ. ഇന്ന് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കോളിഫ്ലവറിന്റെ ബജ്ജി അല്ലെങ്കിൽ പക്കോട എങ്ങനെ തയ്യാറാക്കാം. മണ്ണ് പിന്നെ പല കീടങ്ങളും പുഴുവൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആദ്യം തന്നെ കോളിഫ്ലവർ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. ഒരു പാത്രത്തിൽ കോളിഫ്ലവർ മുങ്ങി കിടക്കാൻ പാകത്തിന് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നന്നായിട്ട് ഉപ്പിട്ട് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കോളിഫ്ലവർ ഈ ഒരു പാകത്തിന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. ചെറിയ കുലകളൊക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക. വലിയ കുലകളാണെങ്കിൽ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉപ്പ് വെള്ളത്തിൽ കോളിഫ്ലവർ നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം മുങ്ങി കിടക്കാൻ പാകത്തിന് ഒഴിച്ചിട്ട് ഒരു 5-10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക കേട്ടോ. 5-10 മിനിറ്റിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്ത ശേഷം സ്ട്രെയിൻ ചെയ്യാനായിട്ട് വെക്കുക കേട്ടോ. ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് പോകണം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ബാറ്റർ റെഡിയാക്കാം. ബാറ്റർ റെഡിയാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി അല്ലെങ്കിൽ കടലമാവ് ഇട്ട് കൊടുക്കാം കേട്ടോ. കടലമാവ് ആയിരിക്കും കൂടുതൽ ടേസ്റ്റ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/2 കപ്പ് കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഗരം മസാല 1/4 ടീസ്പൂൺ, നല്ല ജീരകപ്പൊടി 1/2 ടീസ്പൂൺ, പെപ്പർ പൗഡർ 1 ടീസ്പൂൺ. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് 1 ടീസ്പൂണൊക്കെ മതിയാവും. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. ഓരോന്നും ഓരോ ടീസ്പൂൺ വെച്ച്. ഒരിതള് കറിവേപ്പില മുറിച്ചിട്ട് കൊടുക്കുക കേട്ടോ, ചെറുതായിട്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ തൈര് കേട്ടോ. പുളിയില്ലാത്ത തൈര് എടുക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തായിരുന്നു, അതാണ് വെള്ളമായിട്ടിരിക്കണേ. ഇനി ഇത് എല്ലാനും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് നമുക്കൊരു തിക്ക് ബാറ്റർ റെഡിയാക്കണം. ഒരുപാട് തിക്കാവരുത് കേട്ടോ. ഒരുപാട് തിക്കായിട്ടുണ്ടെങ്കിൽ കോട്ടിങ് പൊളിഞ്ഞു പോരാൻ സാധ്യതയുണ്ട്. തീരെ ലൈറ്റായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് പിടിക്കില്ല. അപ്പൊ ഈ വീഡിയോയിൽ കാണുന്ന ഒരു പരുവത്തിന് ബാറ്റർ റെഡിയാക്കാം. ബാറ്ററിന്റെ അളവ് ഞാൻ കോരി ഒഴിച്ച് കാണിക്കാം കേട്ടോ. ബാറ്റർ റെഡിയായ ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഇട്ട് കൊടുക്കാം. എന്തിനാന്ന് വെച്ചാൽ ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കോളിഫ്ലവർ ഇവിടെ ഡ്രൈ ആയിട്ട് ഇരിപ്പുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കോൺഫ്ലവറിന് പകരം അരിപ്പൊടി ആയാലും മതി കേട്ടോ. പൊടിയുടെ ഒരു നേരിയ കോട്ടിങ് ഇതിൽ വരാന്നുണ്ടെങ്കിൽ ബാറ്റർ ഇതിലേക്ക് പെട്ടെന്ന് പിടിച്ചോളും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണത്. ഇനി ബാറ്ററിലേക്ക് കോളിഫ്ലവർ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ബാറ്ററിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതാട്ടോ. ഒത്തിരി ലൂസ് അല്ല, എന്നാൽ തീരെ തിക്കും അല്ല. കോളിഫ്ലവറും ബാറ്ററായിട്ട് ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ബാറ്ററിൽ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. ഓയില് വെളിച്ചെണ്ണ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതിലിട്ട് പൊരിച്ചെടുക്കുക. മുങ്ങി കിടക്കാൻ പാകത്തിന് ഓയിൽ ഒഴിച്ചെടുക്കുക. ഓയിൽ നല്ലതുപോലെ ചൂടാവണം കേട്ടോ. നന്നായിട്ട് ചൂടായ ശേഷം മാത്രം കോളിഫ്ലവർ ഇട്ടെടുക്കുക. ഹൈ മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. കോളിഫ്ലവർ ഇട്ടെടുത്ത് ഏകദേശം 1 മിനിറ്റ് ആവാറാകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. നല്ലൊരു ബ്രൗൺ കളർ ആയ ശേഷം നമുക്ക് കോരിയെടുക്കാം കേട്ടോ. ഈ ഒരു ബാച്ച് എനിക്കിപ്പോ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അത് ഞാനിപ്പോ കോരിയെടുക്കാണ്. ഇതേ രീതിയിൽ ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം വേണം അടുത്ത ബാച്ച് ഇടാൻ കേട്ടോ. റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് പോവാം. പിന്നെ ചാനൽ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൺ ആക്കി ഇടാൻ. നമ്മൾ ഡെയിലി വീഡിയോസ് ഇടുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ചെയ്യുക. ആവശ്യക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഇൻഷാ അല്ലാഹ്. താങ്ക് യു.